ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ബ്രില്യന്റിനെ പറ്റിയാണ്. ബ്രില്യന്റ് ഓഫ്ലൈൻ വേഴ്സസ് ഓൺലൈൻ ആണ് ഇന്നത്തെ വീഡിയോ. ഇതെനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള കണ്ടന്റ് ആണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും എനിക്ക് പേഴ്സണൽ മെയിൽ ആയിട്ടാണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചതാണ് ബ്രില്യന്റിനെ പറ്റി വീഡിയോ ചെയ്യുക, ബ്രില്യന്റിൽ എക്സ്പീരിയൻസ്. അതും മെയിൻ ആയിട്ടും പറഞ്ഞ കാറ്റഗറി തന്നെ ബ്രില്യന്റ് ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ ആണ്. സോ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇത് എനിക്ക് എങ്ങനെയാ തോന്നിയത് അത് ഞാൻ റോ ആയിട്ട് പറയാണ്. ഇതിൽ വേറെ ഫിൽറ്റർ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് തോന്നിയതായിരിക്കത്തില്ല നിങ്ങൾക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതലും പണ്ട് തൊട്ടേ ആണെങ്കിലും സെൽഫ് സ്റ്റഡി ആണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. അപ്പൊ ഞാൻ അതനുസരിച്ച് ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആ രണ്ടിന്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും എനിക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പം അതിന്റെ ഡീമെറിറ്റ് അല്ല, അത് എനിക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്തതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് മാത്രം ബ്ലൈൻഡ്ലി ഒരു അപ്രോച്ച് എടുക്കരുത്. ഓൾറെഡി പഠിച്ചവരോടും അതിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കംഫർട്ടബിൾ എന്നൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അതായിരുന്നു എനിക്ക് പറയാനുള്ളൊരു ഡിസ്ക്ലെയിമർ. അപ്പം ഇനി അധികം ലേറ്റ് ആക്കാണ്ട് വി ഷാൽ ഗെറ്റ് ഇൻ ഒരു വീഡിയോ. അപ്പം ഫസ്റ്റ് തന്നെ ബ്രില്യന്റ് ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ ഏതാണ് നല്ലത്? നമുക്ക് ഒറ്റ ആൻസറിൽ ഇതാണ് ഓഫ്ലൈൻ കൊള്ളൂല ഓൺലൈൻ ആണ് നല്ലത് അങ്ങനെ പറയാനൊക്കത്തില്ല. ഓരോ ആൾക്കാരുടെയും ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പം കൂടുതലും കുട്ടികൾ പഠിക്കുന്നത് ഒബ്വിയസ്ലി ഓഫ്ലൈൻ തന്നെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി കൂടുതലും ഇത് ഹെൽപ്ഫുൾ ആയത് ഓൺലൈൻ ആണ്. അത് ഞാൻ എന്താണെന്ന് പറയാം. അപ്പൊ നമുക്ക് ആദ്യമേ ഓരോരോ കാറ്റഗറി നോക്കാം. അതിനുശേഷം ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസ്സസ് ആണ്. എല്ലാരും ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, ചേച്ചി ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി അത്ര വലിയ ബേസ് ഒന്നും ഇല്ല, അപ്പൊ ഞാൻ ഏതെടുക്കണം, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ നല്ലത് എന്നൊക്കെ. ബേസിക്കലി അങ്ങനെയൊന്നും ഇല്ല. ആവറേജ് സ്റ്റുഡന്റ് ഒന്നും അങ്ങനെയൊന്നുമില്ല. ബ്രില്യന്റ്ലി എല്ലാവർക്കും ഒരേപോലത്തെ ക്ലാസ്സസ് ആണ്, എല്ലാവർക്കും ഒരേ എക്സാം, ഒരേ മെറ്റീരിയൽസ്. അങ്ങനെ ആവറേജ് സ്റ്റുഡൻസിന് വേറെ, അതുപോലെ എക്സലന്റ് സ്റ്റുഡൻസിന് വേറെ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെയും എന്റെ ഒരു സജഷൻ പറയുന്നത് ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ബേസ് ഇല്ല എന്നുള്ളവര് കൂടുതലും ഓൺലൈൻ ക്ലാസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നമ്മൾ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ക്ലാസ് തുടങ്ങുന്ന ആദ്യത്തെ ഒരു വീക്ക് എന്ന് പറയുന്നത് ബേസിക്സ് ആയിരിക്കും. ഫിസിക്സ്, അതുപോലെ മാത്സിന് കുറച്ച് ബേസിക്സ്, ഫിസിക്സിലേക്ക് ആവശ്യമുള്ള മാത്സിന്റെ ബേസിക്സ്, അതുപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും ബേസിക്സിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്സ് ഇല്ല എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആവത്തില്ല അവിടെ. മാത്രമല്ല ക്ലാസ്സസ് അത്ര കൺജസ്റ്റഡ് അല്ല. തുടക്കത്തിലൊക്കെ ഡെയിലി 2 ക്ലാസ് ഒക്കെ കാണത്തുള്ളൂ. പിന്നെ അത് മാക്സിമം 3, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സമയം കിട്ടും. മാത്രമല്ല ഒരു ക്ലാസ് ഒരു 2.5 hours ഒക്കെ കാണത്തുള്ളൂ. ഞാൻ മിക്കവാറും റെക്കോർഡഡ് ആയിരുന്നു കാണുന്നത്. ലൈവില് ഞാൻ അങ്ങനെ കയറാറില്ല. അപ്പം അത് നമുക്ക് ഒരുപാട് ടൈം സേവിങ് ആണ്. മാത്രമല്ല എന്തുകൊണ്ടും എനിക്ക് ഓഫ്ലൈനെക്കാളും കുറച്ചുകൂടി ക്ലാസ്സസ് കുറച്ചുകൂടി ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്നതായിട്ട് ഓൺലൈൻ ആണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒന്നുകൂടി കാണാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അതാണ് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് ഫസ്റ്റ് ഇയർ ആണ് പഠിപ്പിക്കുന്നത്. ഏത് സബ്ജക്ട് ആണെങ്കിലും ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഇയർ പോകുന്നത്. പക്ഷെ സെയിം തിങ് നമ്മൾ ഓഫ്ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കറക്റ്റ് നമ്മുടെ NCERT-യിലെ പേജ് ചാപ്റ്റർ വൈസ് അല്ല പോകുന്നത്, റാൻഡം ആയിട്ട്. ഇപ്പൊ ഫിസിക്സിൽ തന്നെ 2-3 ചാപ്റ്റേഴ്സ് അറ്റ് എ ടൈം പഠിപ്പിക്കും. കെമിസ്ട്രി അങ്ങനെ, ബയോളജി അങ്ങനെ റാൻഡം ആയിട്ടാണ് പോകുന്നത്. അത് അത്ര വലിയൊരു കൺസേൺ ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. ആ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ കൂടെ ഇത് പഠിച്ചെന്നും പറഞ്ഞ് രണ്ടിനും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുമ്പം നമുക്കൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫിസിക്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഗ്രാവിറ്റേഷൻ ഒക്കെ പഠിച്ച് നല്ല എക്സാം ഒക്കെ എഴുതി 1-2 വട്ടം റിവൈസ് ചെയ്തൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തുടങ്ങി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി. അതല്ല നമ്മൾ ഇപ്പം ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആയിരുന്നപ്പോ എന്റെ ഫസ്റ്റ് ക്ലാസ് റയോപ്റ്റിക്സ് ആണ് തുടങ്ങിയത്. അതെനിക്ക് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം നമ്മളെ എപ്പോഴും ഇങ്ങനെ പേടിയോടെ കാണുന്ന ചാപ്റ്റർ ആണ് റയോപ്റ്റിക്സ്. അതെനിക്ക് ഫസ്റ്റ് ഇയർ തുടങ്ങിയത്. അപ്പം അന്നൊക്കെ ഇങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ക്ലാസ്സസിനെ പറ്റി അതാണ് പറയുന്നത്. അതല്ലാണ്ട് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആണ്. ഓഫ്ലൈനും ഓൺലൈനും ഇന്ററാക്റ്റീവ് ആണ്. നമ്മളെ കൊണ്ട് ഇപ്പൊ ലൈവിലൊക്കെ കയറി ഒബ്വിയസ്ലി നമ്മളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. നമ്മൾ ഭയങ്കര ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്. ഓഫ്ലൈനും അതുപോലെയൊക്കെ തന്നെ.
പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെലിബ്രിറ്റീസിനെ പോലെ കാണുന്ന ഫാക്കൽറ്റീസ് ഒക്കെ വരുന്നത് ഓൺലൈൻ ക്ലാസ്സിലാണ്. ഇപ്പൊ ബ്രില്യന്റ് ഉള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ചന്ദ്രലാൽ സാറിന്റെ ഒക്കെ ഇപ്പം കഴിഞ്ഞ വർഷം ഓൺലൈനിൽ ചന്ദ്രലാൽ സാറിന് 2-3 ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, 2-3 ചാപ്റ്റേഴ്സ്. പക്ഷെ യൂഷ്വലി ഓഫ്ലൈനിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഒരെണ്ണം കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്നാണ് എല്ലാരും കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഓൺലൈൻ ക്ലാസ്സസിൽ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഈ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽസ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാ മെറ്റീരിയൽസും സെയിം ആണ്. ഒരെണ്ണം പോലും മാറ്റമില്ല, ഒരെണ്ണം പോലും എക്സ്ട്രായും ഇല്ല. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഓഫ്ലൈൻ സ്റ്റുഡൻസിന് കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും വിത്തൗട്ട് എനി ചേഞ്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എല്ലാ മെറ്റീരിയൽസും മാത്രമല്ല, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ടാബിലൊക്കെ കിട്ടും. മാത്രമല്ല എവറിത്തിങ് എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഓൺലൈൻ സ്റ്റുഡൻസിന് കിട്ടും. 2 ഡിഫറെന്റ് മെറ്റീരിയൽസ് അങ്ങനെയൊന്നുമില്ല, എക്സ്ട്രാ ഒന്നുമില്ല. ഇതാണ് മെറ്റീരിയൽസിനെ പറ്റി പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം, എക്സാം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നിങ്ങൾ ഏത് മോഡാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇപ്പൊ എല്ലാരും പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, എക്സാംസ് തന്നെയാണ്. ആ കാര്യത്തിൽ ബ്രില്യന്റിന് 100 മാർക്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഈ 3 വർഷം ഞാൻ ബ്രില്യന്റിലാണ് പഠിച്ചത്. ഈ 3 വർഷം പോലും ഒരു എക്സാം പോലും ഷെഡ്യൂൾ ചെയ്ത ദിവസത്തിനോ സമയത്തിനോ മാറ്റം വന്നിട്ടില്ല. ഈ 24-ാം തീയതി രാവിലെ 8 മണിക്കാണ് എക്സാം എന്ന് പറഞ്ഞാൽ 24-ാം തീയതി രാവിലെ 8 മണിക്ക് എക്സാം നടന്നിരിക്കും. അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഇതും ഇല്ല അവിടെ. കറക്റ്റ് എക്സാംസ് ആണെങ്കിലും റാങ്ക് അനൗൺസ്മെന്റ് ആണെങ്കിലും എവറിത്തിങ് ഓൺ ടൈം ആയിരിക്കും. അതിലൊരു വ്യത്യാസവും ഇല്ല. മാത്രമല്ല നമുക്ക് എത്ര എക്സാംസ് ആവശ്യമുണ്ടോ അതിന്റെ ഒരുപാട് എക്സാംസ് നമ്മൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് എക്സാംസ് ബ്രില്യന്റ് കാര്യത്തിൽ എക്സാംസ് ഒരു കൺസേൺ അല്ല. പിന്നെ ഓൺലൈനിലേക്ക് വരുന്ന എക്സാംസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ടാബിലാണ് എക്സാംസ് എഴുതുന്നത്. നമ്മുടെ എന്താണ് സിസ്റ്റം അതിൽ, എന്റെ ടാബ് എന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞേ, നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ എക്സാംസ് ചെയ്യുന്നത്. ഇപ്പം അതാണെങ്കിൽ കറക്റ്റ് സമയത്ത് നടക്കും. ഇത്ര ടൈം ഗ്യാപ്പിൽ 2 മുതൽ 5 വരെ എക്സാം ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ നടക്കും. അങ്ങനെ ആപ്പിന് ഇഷ്യൂകൾ വരുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇനി അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും വിത്തിൻ നോ ടൈം അവരത് ശരിയാക്കിയിരിക്കും. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് ബ്രില്യന്റിന്റെ സൈഡില്. അപ്പം അവരത് ശരിയാക്കിയിരിക്കും. അതൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. നമ്മുടെ ഒരു ദിവസത്തെ സ്റ്റഡീസിനോ അല്ലെങ്കിൽ നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത എക്സാം മിസ്സായി പോലെ അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കാനേ പോകുന്നില്ല. എക്സാംസ് അത്രയും ഷെഡ്യൂൾ ചെയ്ത് അത്രയും കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇനിയിപ്പം ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾക്ക് എല്ലാ ആഴ്ചയും എക്സാംസ് ഉണ്ട്. ഞായറാഴ്ചയാണ് ഓൺലൈൻകാർക്ക്, ഓഫ്ലൈൻകാർക്ക് തിങ്കളാഴ്ച ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് എല്ലാ ആഴ്ചയും നമുക്ക് എക്സാംസ് ഉണ്ട്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് അനൗൺസ്മെന്റ് ഉണ്ട്, നമ്മുടെ പേര് റാങ്ക് ലിസ്റ്റ് വരും. അപ്പം തുടക്കത്തിലൊക്കെ ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം ഒരു റാങ്ക് ലിസ്റ്റ്, ഓഫ്ലൈൻ സ്റ്റുഡൻസിന് വേറെ റാങ്ക് ലിസ്റ്റ് അങ്ങനെയായിരിക്കും. പക്ഷെ അവസാനം എത്തുന്ന മോഡൽ എക്സാംസിനൊക്കെ എല്ലാവരും കൂടി ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് ആണ് ഉള്ളത്. അപ്പോഴും നമുക്ക് നമ്മൾ എവിടെയാണ് റിയൽ കോമ്പറ്റീഷനിൽ നമ്മൾ എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ആ ഓൺലൈനിലെ കുറച്ച് പിള്ളേരുടെ അടുക്ക് മാത്രം ഒതുങ്ങി നിൽക്കത്തൊന്നുമില്ല. നെക്സ്റ്റ്, അതാണ് എക്സാംസിന്റെ കാര്യം. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഓൺലൈൻ ആണെങ്കിലും ഇപ്പൊ ഇത്രയും പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഓൺലൈനിലാണ് പ്ലസ് പോയിന്റ് തോന്നിയിരിക്കുന്നത്. അത് വെച്ച് നിങ്ങൾ ഓൺലൈൻ ഓൺലൈൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ആണ്. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സമയം കിട്ടും. ഓഫ്ലൈൻ ക്ലാസ് വരെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ പോയി ഇരിക്കേണ്ട. ഒരു ദിവസം 2 ക്ലാസ്സേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് ബ്രേക്ക് ഉണ്ട്, അത് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ രാത്രി സമയം ഫുള്ളൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഏറ്റവും മാക്സിമം ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വീട്ടിലാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ലേ, ഓൺലൈൻ ക്ലാസ്സിന് എപ്പോഴും ഒരു സീരിയസ്നെസ് കുറവാണ് പൊതുവെ എല്ലാവരും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ഉഴപ്പാനാണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അതല്ലെങ്കിൽ ഇത്രയും റിസോഴ്സസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി വെരി ഈസി. എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ സ്റ്റുഡൻസിനെക്കാളും കുറെ കൂടി അഡ്വാൻറ്റേജ് ഉള്ളത് ഓൺലൈൻ സ്റ്റുഡൻസിന് തന്നെയാണ്. ഓൺലി തിങ് നമ്മൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കൺട്രോൾ ചെയ്യണം. ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്രയും നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, അപ്പൊ ഓൺലൈൻ പഠിച്ചാൽ നീറ്റ് കിട്ടുമോ? ഓഫ്ലൈൻ സ്റ്റുഡൻസ് അല്ലേ മിക്കപ്പോഴും നല്ല റാങ്ക് മേടിക്കുന്നത്, അവിടെയല്ലേ പെർസെന്റേജ് കൂടുതൽ വിജയിക്കാനൊക്കെ. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി കൂടുതൽ പിള്ളേരെ പഠിക്കുന്നത് ഓഫ്ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈനില് പാസ് പെർസെന്റേജ് കൂടുതലായിരിക്കും. പക്ഷെ ഓൺലൈൻ സ്റ്റുഡൻസും ടോപ്പേഴ്സ് ആവുന്നുണ്ട്.
ഈ വർഷത്തെ കേരള നീറ്റ് ടോപ്പർ മൈറ്റ് ബി ആൻ ഓൺലൈൻ സ്റ്റുഡന്റ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, പക്ഷെ അതൊരു ഓൺലൈൻ സ്റ്റുഡന്റ് ആയിരിക്കാം. നിങ്ങൾ നോക്കിക്കോ. അപ്പം നമുക്ക് കിട്ടുന്ന എല്ലാ എന്താ പറയുന്നത് റിസോഴ്സസും നമ്മൾ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ ഓഫ്ലൈനേക്കാളും ഒരുപാട് ബെറ്റർ ആണ് ഓൺലൈൻ. പക്ഷെ നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റിപ്പീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി മടിയൊക്കെ തോന്നും. കാരണം നമ്മൾ ബോർഡ് എക്സാമിന് പതിയെ ഒരു സ്ലോ പേസിലൊക്കെ പഠിച്ച് എക്സാമിന്റെ തലേന്ന് വൺ ഷോട്ട് വീഡിയോ ഒക്കെ കണ്ടുപോയി നല്ല മാർക്കൊക്കെ മേടിക്കുന്ന ആ ഒരു മെന്റാലിറ്റി നമുക്ക് നീറ്റിനും വരും. പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഫ്രം ഡേ 1 to ലാസ്റ്റ് ഡേ നീറ്റിന്റെ അന്ന് വരെ മാക്സിമം എഫിഷ്യൻസിൽ 100 നിന്നാല് അത്രയും ബെനിഫിറ്റ് ആണ് ഓൺലൈൻ ക്ലാസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഓൺലൈൻ ആണെങ്കിൽ അത്ര റിസൾട്ട് കിട്ടുമോ, ഓൺലൈൻ പഠിച്ച പാസ് ആകുമോ, ഓൺലൈൻ പഠിച്ച നീറ്റ് കിട്ടുമോ, അങ്ങനത്തെ കൺസേൺ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ 100% ചെയ്യുക, അത് ചെയ്യണം. അത് നമ്മൾ ഉഴപ്പി നടന്നിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എനിക്ക് ശരിയായില്ല, എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ 100% ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ഇസ് ദി ബെസ്റ്റ്. ഇനി അടുത്തത്, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് തന്നെ ഹോസ്റ്റൽ, അതും ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സും ഹോസ്റ്റൽ ഫെസിലിറ്റി. ഇപ്പം വീട്ടിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് മടിയുള്ളതെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന്റെ കൂടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് ക്ലാസ് ഒക്കെ കാണാം, അവിടെ ഇരുന്ന് പഠിക്കാം. അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതല്ല ഇനി കുറച്ച് മടിയൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നതാണ്, ഒരു മടി തോന്നും, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് പ്ലസ് ഹോസ്റ്റൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. കാരണം ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും എല്ലാവരും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ 100% ഡെഡിക്കേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് അവരെ വേസ്റ്റ് ആക്കത്തില്ല. ഇനിയിപ്പോ നമുക്ക് ഇച്ചിരി മടി ഉണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നമ്മുടെ മടിയൊക്കെ മാറിക്കോ, നമ്മൾ പഠിച്ചോളാം. ഒരു ടോക്സിക് ഹസിൽ കൾച്ചറിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അവിടെ എല്ലാരും ഭയങ്കര ആത്മാർത്ഥതയോടെ പഠിച്ചും എല്ലാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ശരിക്കും. എല്ലാരും ഒരേ ഗോളിന് വേണ്ടി ഇങ്ങനെ മുന്നേക്ക് പോകും. അതിന്റെ ഇടക്ക് നമുക്ക് അവിടെ ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നും ആരോടും ഉണ്ടാക്കാനൊന്നും ഒക്കത്തില്ല. നോർമൽ ഹോസ്റ്റൽ ലൈഫിന്റെ അത്ര വൈബൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നിങ്ങളത് ചൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി വർത്ത്. പിന്നെ അടുത്തത്, ഇനി ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ ഞാൻ ആദ്യമേ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. ഞാൻ ഓഫ്ലൈൻ പ്ലസ് ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ഫുൾ ഓൺലൈൻ ആയിരുന്നു, ഞാൻ വീട്ടിലാണ് നിന്നിരുന്നത്. ഈ വട്ടത്തെ സൂപ്പർ റിപ്പീറ്റ് ആണ്, ഞാൻ ഓൺലൈൻ ആയിരുന്നു, ക്ലാസ് ഓൺലൈൻ തന്നെയാണ്. ഒരു വട്ടം ഓൺലൈനിൽ കയറിയിട്ട് പിന്നെ അത് തിരിച്ചു പോന്നിട്ടില്ല. എനിക്ക് അത്രയും അത് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഈ വട്ടം ഓൺലൈൻ ആയിരുന്നു. പക്ഷെ അവസാനം ഈ വർഷം ഏകദേശം 3 മാസത്തോളം നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ലാസ്റ്റ് 3 months ആണ് ഹോസ്റ്റലിൽ പോയത്. അത് എനിക്കൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ വട്ടം ഓൺലൈൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പോർഷൻസ് ഒന്നും പഠിക്കാനില്ലായിരുന്നു പുതിയതായിട്ട്. ഈ വട്ടം വീണ്ടും പഠിച്ചു തന്നെ വീണ്ടും പഠിക്കാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വീക്കിലി എക്സാംസിനൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ വൺസ് ഞാൻ ഓഫ്ലൈനിൽ ചെന്ന് അവിടുത്തെ കോമ്പറ്റീഷൻ കണ്ടപ്പോഴാണ് നമുക്കൊരു സീറ്റ് കയറുന്നത്. നമുക്ക് ആ ടോപ്പ് 100 വരണം, ടോപ്പ് 10 വരണം, അല്ലെങ്കിൽ ടോപ്പ് 50 വരണം. അങ്ങനെ ഒരു ഇതൊക്കെ വന്ന് നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചു. ഇപ്പൊ നമുക്ക് ഒരു എക്സാമിന് 695 മാർക്ക് കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും. അവിടെ 720 കിട്ടിയ കുറെ പേരുണ്ട്. അപ്പം 720 നമുക്ക് മേടിക്കായിരുന്നു. അങ്ങനെ എക്സ്ട്രീം മോട്ടിവേഷൻ ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര ഗെയിം ചേഞ്ചർ ആയിരുന്നു ഈ വട്ടം ലാസ്റ്റ് ഹോസ്റ്റലിൽ പോയതെന്ന് പറയുന്നത്. എനിക്കത് ഒരുപാട് ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. എന്റെ മാർക്കിലാണെങ്കിലും എന്റെ പ്രിപ്പറേഷനിലൊക്കെ ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ A+ കണ്ടാൽ മതി, A+ കണ്ടാൽ ഐ വിൽ ബി ഹാപ്പി. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഒരു റാങ്കെങ്കിലും മുന്നിൽ വന്നാൽ കൊള്ളായിരുന്നു, ഒരു 700 എത്തിയാൽ കൊള്ളായിരുന്നു, ടോപ്പ് 50 വന്നാൽ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ടും ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എനിക്ക് ആ അവസാന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ ദീസ് വർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാം എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓൺലൈനിലേക്ക് ഒരു ചായ്വുള്ളതുപോലെ തോന്നും. അത് എനിക്കത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ആയത്. നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് അത് കാരണം സെൽഫ് സ്റ്റഡിക്കൊക്കെ കുറച്ചുകൂടി ടൈം കൂടുതൽ കിട്ടുന്നത് ഓൺലൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഓഫ്ലൈനിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഓൺലൈനിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് അതിലേക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കൂടിയത്. അപ്പം നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് ആ ചൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
കറക്റ്റ് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ ആ പാത്ത് ഫോളോ ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഐ തിങ്ക്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.